നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ ഉയർപ്പ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ശബ്ബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവൻ്റെ രൂപം മിന്നലിന് ഒത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവനെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് ശിഷ്യന്മാരോട് പറവീൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കൽ സുഗന്ധവർഗം പൂശാനാണ് മഗ്ദലക്കാരത്തി മറിയയും വേറെ ചില സ്ത്രീകളും കൂടെ ചെന്നതെന്ന് നമുക്ക് മറ്റു സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കും. കാരണം അവർ കല്ലറയിൽ പൂശാൻ സുഗന്ധവർഗം ഒരുക്കി. പക്ഷേ ശബ്ബത്ത് നിമിത്തം അന്ന് അവർക്ക് യാത്ര ചെയ്യാനും പോകാനും കഴിഞ്ഞില്ല. അവർ സ്വസ്ഥമായിരുന്നു. പിറ്റേന്ന് രാവിലെ അവർ കല്ലറയ്ക്കൽ സുഗന്ധവർഗം പൂശാൻ വരികയാണ്. അങ്ങനെ യഹൂദന്മാർക്കൊരു രീതിയുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശവസംസ്കാരത്തിൽ അവർ സുഗന്ധവർഗങ്ങൾ ചേർത്താണ് അത് പൊതിഞ്ഞു കെട്ടുന്നത്. അതിനുശേഷം പിന്നെയും സുഗന്ധവർഗം ഓരോ ദിവസവും അവർ ആ കല്ലറയ്ക്കൽ പൂശും. കാരണം ഒരു ദുർഗന്ധം അതുവഴി പോകുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യരുത്. അത് അദ്ദേഹത്തിന് അപമാനമാണ്. ഒരിക്കൽ ഒരു സ്ത്രീ യേശുവിൻ്റെ കാലിൽ 300 വെള്ളിക്കാശ് വിലയുള്ള തൈലം പൊട്ടിച്ച് ഒഴിച്ചപ്പോൾ യേശു പറഞ്ഞത്, അവൾ എൻ്റെ ശവസംസ്കാരത്തിനായിട്ട് മുൻപ് കൂട്ടി തൈലം പൂശി എന്നാണ്. ഇവിടെ ഈ സ്ത്രീകൾ വെള്ളിയാഴ്ച സുഗന്ധവർഗം ഒരുക്കി. ശനിയാഴ്ച സ്വസ്ഥമായിരുന്നു. ഞായറാഴ്ച രാവിലെ അത് അർപ്പിക്കാൻ വന്നപ്പോൾ അവർക്ക് തുറന്ന ഒരു കല്ലറയാണ് കാണാൻ കഴിഞ്ഞത്. അവർക്കത് ഒഴിക്കാൻ സാധിച്ചില്ല. ഇതിൽ നിന്നൊരർത്ഥം നമുക്കുള്ളത്, ദൈവത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നമുക്ക് പ്രേരണയുണ്ടെങ്കിൽ അത് ദൈവം നമുക്ക് അനുവദിക്കുന്ന സമയത്ത് തന്നെ സമയത്തക്കത്തിൽ ഉപയോഗിച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. താമസിച്ചു പോയാൽ അത് ഒരിക്കലും ചിലപ്പോൾ സാധിച്ചു എന്ന് വരികയില്ല. ഇവിടെ യേശുവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്താനാണ് ഈ സ്ത്രീകൾ ഇരുട്ടുള്ളപ്പോൾ അതിരാവിലെ കല്ലറയ്ക്കലെത്തിയത്. സാധാരണ കല്ലറയ്ക്കലേക്ക് ഇരുട്ടുള്ളപ്പോൾ അങ്ങനെ പുരുഷന്മാർ പോലും വരാറില്ല. പക്ഷേ ഈ സ്ത്രീകൾ അവർ ധൈര്യത്തോടെ വന്നു. കാരണം അവർ സ്നേഹിക്കുന്ന യേശുവിനെക്കുറിച്ച് അവർക്കറിയാം. പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവർക്ക് ഒരു ഭൂകമ്പം ഉണ്ടായതായിട്ട് അനുഭവപ്പെട്ടു. ചെന്നപ്പോൾ തുറന്ന കല്ലറ. ആ കല്ലറ വായ്ക്കൽ വെച്ചിരുന്ന കല്ല് ഒരു ദൂതൻ ഉരുട്ടി മാറ്റി അതിന്മേലിരിക്കുകയാണ്. വേറൊരു സുവിശേഷത്തിൽ ഈ സ്ത്രീകൾ വരുന്ന വഴി നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം അത്ര വലിയ കല്ലാണ്. പക്ഷേ ദൂതൻ ആ കല്ലുരുട്ടി മാറ്റി. ചില ആളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, യേശു റോമാ ഗവൺമെൻറ്റിൻ്റെ മുദ്രയുള്ള കല്ലറയെ ഇവിടെ കല്ലിനെ തട്ടിമാറ്റിയിട്ട് കല്ലറ തുറന്നുയർത്തെഴുന്നേറ്റുവെന്ന്. യേശുവിന് അതിനാവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അത് താൻ ഈ ഭൂമിയിലായിരുന്നപ്പോഴത്തെ ശരീരത്തോടു കൂടിയല്ല, അതിനൊരു തേജസ്കരണം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് അടച്ചിട്ട മുറിയിൽ പ്രവേശിക്കാൻ കഴിയും. നാം പിന്നീട് അത് കാണുന്നുണ്ട്. അതുപോലെ അടഞ്ഞു കിടക്കുന്ന കല്ലറയിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കും. നാം ഇവിടെ വായിച്ചത് ദൂതനാണ് ആ കല്ലുരുട്ടി മാറ്റിയത്. എന്തിനാണ് മാറ്റിയത്? യേശു അവിടെ ഇല്ല എന്നുള്ളത്, യേശു ഉയർത്തു എന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്.
അല്ലെങ്കിൽ യേശു ഉണ്ടെന്ന് വിചാരിച്ച് ഈ സ്ത്രീകൾ അവിടെ പിന്നെയും തൈലം പൂശും, പിറ്റേ ദിവസവും വരും, അടുത്ത ദിവസവും വരും. പക്ഷെ യേശു നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ അത് അവരുടെ ഓർമ്മയിൽ ഇല്ലായിരുന്നു. ഇവിടെ യേശു ഉയർത്തു എന്ന് എല്ലാവരും ബോധ്യപ്പെടുത്തുവാനാണ് ദൂതൻ കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നിരുന്നത്. ഭൂകമ്പം ഉണ്ടായത് കേട്ടും ദൂതനെ കണ്ടും കാവൽക്കാർ പേടിച്ച് മരിച്ചവരെ പോലെയായി. പക്ഷേ ഈ സ്ത്രീകൾക്ക് മാറ്റമൊന്നുമില്ല. കാരണം യേശുവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ദൂതന്മാർ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ മറിയാമിൻ്റെ അടുക്കൽ ദൂതനെത്തിയിട്ടാണ് പറഞ്ഞത്, നീ ഗർഭം ധരിക്കുമെന്ന്. അതുപോലെ യേശുക്രിസ്തു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് 40 ദിവസം വിശന്നിരുന്നു. പരീക്ഷയിൽ ജയിച്ച ശേഷം ദൂതന്മാർ വന്നാണ് യേശുവിനെ ശുശ്രൂഷിച്ച അല്ലെങ്കിൽ യേശുവിന് ഭക്ഷണം നൽകിയത്. അതുപോലെ ഗെത്സമനയിൽ യേശു പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൂതൻ വന്നവനെ ശക്തിപ്പെടുത്തിയെന്ന് വായിക്കുന്നുണ്ട്. ദൂതൻ്റെ സാന്നിധ്യം ഇല്ലാതിരുന്നത് കാൽവറിയിലെ മരണസമയത്ത് മാത്രമാണ്. അത് നമുക്ക് പകരം നരകം അനുഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് ദൂതന്മാരുടെ സഹായം ഉണ്ടായില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ദൂതൻ കല്ലറിൽ നിന്ന് കല്ല് തട്ടി മാറ്റിയിട്ട് പറയുന്നു, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേൽത്തിരിക്കുന്നു. നിങ്ങൾ വേഗം ചെന്ന് ശിഷ്യന്മാരോട് അവൻ ഉയർത്തു എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ഉയർത്ത കാര്യം ആദ്യം വെളിപ്പെടുത്തിയത് സ്ത്രീകളോടാണ്. വേദപുസ്തകം പരിശോധിച്ചാൽ സ്ത്രീകളെ വളരെ ബഹുമാനിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിളെന്ന് കാണാൻ കഴിയും. അതുപോലെ ദൈവം സ്ത്രീകളെ വളരെ ബഹുമാനിക്കുന്നതായി കാണാൻ കഴിയും. ലോകത്തിലെ പല മതങ്ങളും സ്ത്രീകളെ ബഹുമാനിക്കാറില്ല. പക്ഷെ ബൈബിൾ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു പുസ്തകമാണ്. ബൈബിളിലെ ദൈവം, സത്യദൈവം, സ്ത്രീകളെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ദൈവമാണ് എന്നൊരു പാഠവും നമുക്കിവിടെ പഠിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു പറഞ്ഞിരുന്നു, യോനയുടെ അടയാളമല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഈ മന്ദിരം പൊളിപ്പീൻ 3 നാൾ കൊണ്ട് ഞാനതിനെ പണിയാം. യേശു പറഞ്ഞതനുസരിച്ച് താൻ ഉയർത്തെഴുന്നേറ്റു. യേശു അദൃശ്യനായി ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ നമുക്ക് വേണ്ടി നരകം അനുഭവിച്ച ശേഷം ഉയർത്തി ജീവിക്കുന്ന യേശുവിനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.